എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അരുണിമ മിസ് ആണ്. അപ്പൊ നമുക്ക് ക്രിസ്മസ് എക്സാം ഒക്കെ അല്ലേ, നമുക്ക് എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് റിവൈസ് ചെയ്യണം. ചോദ്യങ്ങളിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, റിവൈസ് ചെയ്യാം. നമ്മൾ മുന്നേ പഠിച്ചൊരു പാഠഭാഗത്തിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഇന്ന് അരുണിമ മിസ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഏതാണ് ചോദ്യം എന്നുള്ളത് നോക്കാം. അപ്പൊ ഏതാണ് ചോദ്യം? എല്ലാവരും ഒന്ന് നോക്കിക്കേ. ഇതാ, ക്വിറ്റ് ഇന്ത്യ സമരത്തെ കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാണ്? റൈറ്റ് എ നോട്ട് അബൌട്ട് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് who is known as Queen of Quit India Movement. അപ്പൊ ഇന്ത്യയുടെ സമരചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്ന് മോചിപ്പിതമാകാൻ വേണ്ടിയിട്ട് അല്ലെ, ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവൻ ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ആ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിലെ പല സമരങ്ങളും നോക്കുകയാണെങ്കിൽ അതിൽ വളരെ പ്രധാനപ്പെട്ട സമരങ്ങളിൽ ഒന്ന് തന്നെയാണ് ക്വിറ്റ് ഇന്ത്യ സമരം. എന്താണ് ക്വിറ്റ് ഇന്ത്യ സമരത്തെ മറ്റ് സമരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയുടെ സമര ചരിത്രത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അവസാന കാലഘട്ടങ്ങളിൽ നടന്ന, അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന്റെ കാലയളവ് നോക്കിക്കഴിഞ്ഞാൽ അവസാന കാലത്തേക്കാണ് ഈ ഒരു സമരം നടക്കുന്നത്. ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാലോ. അതിന് 5 വർഷങ്ങൾക്ക് മുമ്പ് 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുന്നത്. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഒരു ഫോട്ടോഗ്രാഫ് മിസ് ഇപ്പൊ കാണിച്ചു തരാം. നോക്കിക്കേ, ഇത് കാണുമ്പോൾ തന്നെ അറിയാലേ ഒരുപാട് ജനങ്ങൾ അതിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാ ഏജ് കാറ്റഗറിയിൽ പെട്ട ആളുകളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. കുട്ടികൾ ഭാഗമായിട്ടുണ്ട്, അമ്മമാര് ഭാഗമായിട്ടുണ്ട്, അതേപോലെ തന്നെ അല്ലെ സ്റ്റുഡൻസ്, കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഹൈസ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഇവരൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അതേപോലെ തന്നെ വൃദ്ധജനങ്ങളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിലുള്ള എല്ലാവരും ഒരുവിധം ഈ സമരത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ഈ സമരത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 1942 ജവഹർലാൽ നെഹ്റു ബോംബെയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കുന്നത്. അങ്ങനെ ഒരു പ്രമേയം പാസ്സാക്കിയതിനു ശേഷമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ സമര ആഹ്വാനം നൽകുന്നത്. സമരത്തിന് വീര്യം കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അഹോരാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു സമരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ 1942 നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണേ. യെസ്, 1942 വർഷം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 1942 ഈ ഒരു സമ്മേളനത്തിലൂടെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യാണ്, ക്വിറ്റ് ഇന്ത്യ സമരത്തിലേക്ക് ഭാഗമാവാൻ ഇറങ്ങുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഗാന്ധിജി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മുദ്രാവാക്യം മുഴക്കിയിട്ടുണ്ട്. എന്താണ്? ഇന്ത്യ വിടുക എന്നുള്ളത് ക്വിറ്റ് ഇന്ത്യ എന്നുള്ളതാണ്. പക്ഷെ ഗാന്ധിജി മുഴക്കിയ മുദ്രാവാക്യം എന്ന് പറയുന്നത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന് പറയുന്ന മുദ്രാവാക്യമാണ്. ഇപ്പൊ ക്വിറ്റ് ഇന്ത്യ സമരം ഇന്ത്യ കണ്ട വലിയ സമരങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഓഗസ്റ്റ് 9 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്വിറ്റ് ഇന്ത്യ ഡേ ആയിട്ട് ആചരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടോ? യെസ്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ ഇപ്പൊ ഗാന്ധിജിയെ പറയുന്നുണ്ട്, അതേപോലെ തന്നെ നെഹ്റുവിനെ പറയുന്നുണ്ട്. ഇതൊരു ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കാണുന്നില്ല അല്ലെ. അപ്പൊ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് പറയുന്നത് അരുണ അസഫ് അലിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധിക എന്നറിയപ്പെടുന്നതും അരുണ അസഫ് അലി തന്നെയാണ്. അപ്പൊ ഈ ഒരു കാര്യം കൂടെ മക്കൾ എന്ത് ചെയ്യുക, ഓർത്തു വെക്കുക. അപ്പോൾ നമ്മുടെ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ഇതാ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓഫർ ഇതാ കുറച്ച് ദിവസങ്ങൾക്ക് കൂടിയേ ഉള്ളൂ. അപ്പൊ XCG15 എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബാച്ചിന്റെ ഭാഗമായിട്ട് മാറാം. അപ്പൊ കുറഞ്ഞ സീറ്റുകളും കൂടിയേ ബാക്കിയുള്ളൂ. അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ താഴെ കിടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. LSSുമായിട്ടും ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ജ്വാല ബാച്ചിലും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ജ്വാല ബാച്ച് തികച്ചും സൗജന്യമാണ്, എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക, ആ കാര്യം കൂടെ ഓർത്ത് വെക്കുക. അടിപൊളിയായിട്ട് പഠിക്കാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.